പശ്ചിമേഷ്യയിൽ നിന്ന് മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇറാനെതിരെ ഒറ്റയ്ക്ക് പോരാടാൻ ഉറപ്പിച്ച് ഇസ്രായേൽ രംഗത്തെത്തിയിരിക്കുന്നു. അമേരിക്ക നൽകുന്ന ഉപദേശങ്ങളെയും താക്കീതുകളെയും പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഈ നിർണായക നീക്കം. ഓപ്പറേഷൻ ബ്ലൂ ആൻഡ് വൈറ്റ് എന്ന പേരിൽ സ്വന്തം ആയുധശേഖരവും സാങ്കേതിക വിദ്യയും മാത്രം ഉപയോഗിച്ച് ഇറാനെ നേരിടാനാണ് ഇസ്രായേലിൻ്റെ തീരുമാനം. ഇത്രയും കാലം അമേരിക്കൻ സൈനിക പിന്തുണയോടെയും ആയുധക്കരുത്തിലുമാണ് ഇസ്രായേൽ നീങ്ങിയിരുന്നത്. ഇനി മുതൽ തങ്ങളുടെ സ്വന്തം ശക്തിയിൽ വിശ്വസിച്ച് മുന്നോട്ടു പോകാനാണ് നെതന്യാഹു ലക്ഷ്യമിടുന്നത്. എന്നാൽ ഈ യുദ്ധം അനന്തമായി നീണ്ടുപോകുന്നത് അമേരിക്കയ്ക്കുണ്ടാകുന്ന തലവേദന ചെറുതല്ല. ഇതുവരെ ഏകദേശം $7 ബില്യൺ ഭീമമായ ആയുധശേഖരമാണ് അമേരിക്ക ഇസ്രായേലിന് കൈമാറിയത്. യുദ്ധച്ചെലവുകൾ പൂർണ്ണമായും താങ്ങേണ്ടി വരുന്നത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. സാമ്പത്തിക നഷ്ടത്തിന് പുറമെ പശ്ചിമേഷ്യയിൽ യുദ്ധം നീണ്ടു നിൽക്കുന്നതിനാൽ ആഗോളതലത്തിൽ മറ്റ് പല നിർണായക വിഷയങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ നിന്ന് അമേരിക്കയെ പിന്നോട്ടടിക്കുകയാണ്. ഇതിന് പിന്നിൽ നെതന്യാഹുവിൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പ് കൂടെയുണ്ടെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇസ്രയേലിൽ തൻ്റെ പ്രധാനമന്ത്രി കസേര ഉറപ്പിച്ചു നിർത്താൻ തീവ്ര സംഘടനകളുടെ പിന്തുണ നെതന്യാഹുവിന് അത്യാവശ്യമാണ്. ഈ തീവ്ര നിലപാടുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് സമാധാന ശ്രമങ്ങളെപ്പോലും തള്ളിപ്പറഞ്ഞ് കൂടുതൽ ആക്രമണങ്ങളിലേക്ക് ഇസ്രായേൽ കടക്കുന്നത്. കഴിഞ്ഞ ദിവസം ലബനാനിൽ ഇസ്രായേൽ നടത്തിയ ശക്തമായ ആക്രമണത്തിൽ 30ഓളം പേർ കൊല്ലപ്പെട്ടത് വലിയ നയതന്ത്ര പ്രകോപനത്തിന് വഴിവെച്ചു. സംഭവത്തിന് തൊട്ടു പിന്നാലെ ഡൊണാൾഡ് ട്രംപ് നേരിട്ട് നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് കടുത്ത അമർഷം രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. നെതന്യാഹുവിൻ്റെ നിയന്ത്രണം വിട്ട ഇത്തരം നടപടികളെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച ട്രംപ് നീ ഒരു ഭ്രാന്തനാണ് എന്ന് പോലും വിശേഷിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അമേരിക്കയുടെ എതിർപ്പുകളെ പോലും വകവെക്കാതെ സ്വന്തം വഴിക്ക് മുന്നോട്ടു പോകുന്ന ഇസ്രായേലിൻ്റെ ഈ നീക്കം പശ്ചിമേഷ്യയെ അപകടകരമായ ഒരു യുദ്ധത്തിലേക്ക് ഇനിയും തള്ളിയിടുമോ എന്നാണ് ലോകം ആശങ്കയോടെ നോക്കിക്കാണുന്നത്.